കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസിഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം തുടങ്ങി വെച്ചിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കിയാണ് നമ്മൾ നോക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ്. 3 ടൈപ്പ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ ആണുള്ളത്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടൈനിറ്റി, രണ്ടാമത്തത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി, മൂന്നാമത്തത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. അപ്പോൾ ഈ 3 ടൈപ്പാണ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസിൽ വരുന്നത്. അതിൽ ആദ്യം നമുക്ക് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടൈനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആ പേരിൽ തന്നെ ഉണ്ട്. സെർട്ടൈനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും നടക്കും, അല്ലെങ്കിൽ എന്താണ്, ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ് സെർട്ടൈനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടൈനിറ്റി എന്ന് പറഞ്ഞാൽ in this case the decision maker knows with certainty the consequence of every alternative or decision choice. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടൈനിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ ഡിസിഷൻ മേക്കർക്ക് ആ ഡിസിഷൻ മേക്കർ എടുക്കുന്ന ഓരോ ഡിസിഷൻ്റെയും കോൺസിക്വൻസസ് അല്ലെങ്കിൽ റിസൾട്ട് എന്താവുമെന്ന് ഡിസിഷൻ മേക്കർക്ക് ഉറപ്പുണ്ട്. അതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടൈനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓരോ ഓപ്ഷൻ്റെയും റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് ഷുവർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടൈനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഡിസിഷൻ മേക്കർക്ക് ഓരോ ആൾട്ടർനേറ്റീവിൻ്റെയും അല്ലെങ്കിൽ ഓരോ ചോയ്സിൻ്റെയും കോൺസിക്വൻസ് അല്ലെങ്കിൽ റിസൾട്ട് എന്താവും എന്നുള്ളത് ഷുവറായിട്ടും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അടുത്ത ഒരു ടൈപ്പാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദിസ് കേസ് ദ ഡിസിഷൻ മേക്കർ ഫേസസ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ബട്ട് ഹി ഹാസ് നോ മീൻസ് ടു അറൈവ് അറ്റ് പ്രോബബിലിറ്റി ഓഫ് ഒക്കുറൻസ് ഓഫ് ദീസ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നു എന്തായിരുന്നു സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ. സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇവൻറ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. ഈ ഇവൻറ്റുകളൊന്നും ഡിസിഷൻ മേക്കറുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളാണ്. ഇവൻറ്റിൻ്റെ മുകളിൽ ഡിസിഷൻ മേക്കർക്ക് കൺട്രോളൊന്നുമില്ല. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ സംഭവിക്കുമ്പോൾ അത് നമ്മളെടുത്ത ഡിസിഷനെ ചിലപ്പോൾ അനുകൂലമായിട്ടും ബാധിക്കും, അതല്ലെങ്കിൽ എന്താണ്, നമ്മളെ പ്രതികൂലമായിട്ടും ബാധിക്കും. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഡിസിഷൻ മേക്കർക്ക് അറിയാം ഡിഫറൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ഏത് ഇവൻ്റാണ് ഉറപ്പായിട്ടും സംഭവിക്കുക, ഏത് ഇവൻ്റ് സംഭവിക്കില്ല എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ഒരു ഷുവേർട്ടി ഇല്ല. അതായത് കുറേ ഇവൻറ്റുകൾ ആ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുമെന്നറിയാം, പക്ഷേ അതിലേത് ഇവൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് ഇവൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നുള്ള കാര്യത്തിൽ ഡിസിഷൻ മേക്കർക്ക് ഒരു ഉറപ്പില്ല. അപ്പോൾ ഡിസിഷൻ മേക്കർ എന്ത് ചെയ്യും? അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഡിസിഷൻ എടുക്കുക. അതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ മൾട്ടിപ്പിൾ ഇവൻറ്റ്സ് ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ ഓരോ ഇവൻറ്റും ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഡിസിഷൻ മേക്കർക്കൊരു ഷുവേർട്ടി ഇല്ല. അപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും അവർ ഡിസിഷൻസ് എടുക്കുന്നത്. ഈ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റിയിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി ഇതിൻ്റെ അണ്ടറിൽ വരുന്ന മെത്തേഡ്സ്, ഒരു അൺസെർട്ടൈനിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് 5 മെത്തേഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മെത്തേഡാണ് മാക്സിമാക്സ് ക്രൈറ്റീരിയ, രണ്ടാമത്തേത് മിനിമാക്സ് ക്രൈറ്റീരിയ, മൂന്നാമത്തേത് മാക്സിമിൻ, ലാപ്ലേസ്, ഹർവിക്സ് മോഡൽ. ഈ 5 ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഈ 5 മെത്തേഡ്സാണ് അൺസെർട്ടൈനിറ്റിയുടെ കേസിൽ ഡിസിഷൻ മേക്കറെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഓരോ മെത്തേഡും എങ്ങനെയാണ് അല്ലെങ്കിൽ ഓരോ ക്രൈറ്റീരിയയും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് എന്ത്? മാക്സിമാക്സ്. ഫസ്റ്റത്തെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഫസ്റ്റ് മെത്തേഡാണ് മാക്സിമാക്സ് എന്ന് പറയുന്നത്. ഈ മാക്സിമാക്സിൻ്റെ
ബ്രാക്കറ്റിൽ ഞാൻ പേ ഓഫ് ടേബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ മാക്സിൽ ഒരു പ്രോബ്ലം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പേ ഓഫ് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിൽ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട ടേബിൾ ഏത് ടേബിളാണ്? പേ ഓഫ് ടേബിളാണ്. മാക്സിമാക്സ് സ്റ്റാൻഡ് ഫോർ മാക്സിമം ഓഫ് മിനിമം. മാക്സ് എന്നാണ്. അപ്പോൾ മാക്സിമം ഓഫ് മാക്സിമം എന്നുള്ളതാണ് മാക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്രൈറ്റീരിയ ഓഫ് ഒപ്റ്റിമിസം. അപ്പോൾ മാക്സിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്രൈറ്റീരിയ ഓഫ് ഒപ്റ്റിമിസം. അണ്ടർ ദിസ് മെത്തേഡ് എസ്റ്റിമേറ്റ് ദി മാക്സിമം പേ ഓഫ് ഓൾ ഗിവൺ ആൾട്ടർനേറ്റീവ് ആൻഡ് മാക്സിമം എമംഗ് ദീസ് മാക്സിമം ഈസ് ഐഡൻറ്റിഫൈഡ്. അതായത് ഈ ഒരു മെത്തേഡിൻ്റെ അണ്ടറിൽ നമ്മൾ ഓരോ ആൾട്ടർനേറ്റീവിൻ്റെയും മാക്സിമം പേ ഓഫ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കും. ഓരോ ആൾട്ടർനേറ്റീവിൻ്റെയും മാക്സിമം പേ ഓഫ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസിലെ ഏറ്റവും മാക്സിമം ഏതാണോ പേ ഓഫ് അത് സെലക്ട് ചെയ്യുന്നതാണ് മാക്സിമാക്സ് എന്ന് പറയുന്ന മെത്തേഡ്. ഒന്നും കൂടെ പറയാം. മാക്സിമാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആൾട്ടർനേറ്റീവ്സിൻ്റെയും മാക്സിമം പേ ഓഫ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ മാക്സിമം പേ ഓഫിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്യും. ആ ഡിസിഷന് ഏതാണോ അതായിരിക്കും നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് മാക്സിമാക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിയർ വി യൂസ് പേ ഓഫ് ടേബിൾ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഓർത്ത് വയ്ക്കണം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. മാക്സിമാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് മാക്സിമം പേ ഓഫ് കണ്ടുപിടിച്ചിട്ട് അതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്യുന്നതാണ് മാക്സിമാക്സ് എന്ന് പറഞ്ഞ മെത്തേഡ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് പേ ഓഫ് ടേബിളാണ്. അപ്പോൾ എങ്ങനെയാണ് മാക്സിമാക്സ് പ്രോബ്ലം ചെയ്യേണ്ടത്? അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്ക് പറഞ്ഞു എന്ത് ടേബിളാണ് വേണ്ടത്? നമുക്ക് മാക്സിമാക്സ് പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ പേ ഓഫ് ടേബിളാണ് വേണ്ടത്. പേ ഓഫ് ടേബിളാണ് മാക്സിൽ നമുക്ക് വേണ്ടത്. ഈ പേ ഓഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ കോളം വൈസ് എഴുതുന്നത് എപ്പോഴും ഡിസിഷൻസ് ആയിരിക്കണം. അതായത് മാക്സിൽ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം തരുമ്പോൾ നിങ്ങൾ അതിൽ ചെക്ക് ചെയ്യണം റോ വൈസ് എഴുതിയിട്ടുള്ളത്, റോ വൈസ് അല്ല കോളം വൈസ് എഴുതിയിട്ടുള്ളത് ഡിസിഷൻ ആയിരിക്കണം. ഡിസിഷൻ അല്ലെങ്കിൽ ആക്ട് എന്നും പറയും. അതായിരിക്കണം കോളം വൈസ് എഴുതേണ്ടത്. അപ്പോൾ A1 A2 A3 ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എഴുതുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കോളം വൈസ് എഴുതേണ്ടത് ഡിസിഷനാണ്. റോ വൈസ് എഴുതേണ്ടതാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. സ്റ്റേറ്റ് ഓഫ് നേച്ചറിൻ്റെ മറ്റൊരു പേരെന്തായിരുന്നു? റോ വൈസ് എഴുതുന്നതാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതണം? കോളം വൈസ് എഴുതണം. സ്റ്റേറ്റ് ഓഫ് നേച്ചർ ആണ് നമ്മൾ റോ വൈസ് എഴുതുക. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരും S1 S2 S3 എന്ന് തരും. എന്നിട്ട് ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്റ്റുകൾ തന്നിട്ടുണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള പേ ഓഫ് ടേബിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. 220 200 100 100 190 180 140 170 200 ഇങ്ങനൊരു പേ ഓഫ് ടേബിൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് മാക്സിമാക്സ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ് ഈ A1 A2 A3. ഇതെങ്ങനെയാണ് തന്നിട്ടുള്ളത്? കോളം വൈസാണ് തന്നിട്ടുള്ളത്. A1 A2 A3 എന്ന് പറഞ്ഞ് കോളം വൈസാണ് തന്നിട്ടുള്ളത്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞിട്ട് S1 S2 S3. ആ S1ന് കറസ്പോണ്ടിങ് ആയിട്ട് A1ലും A2ലും A3ലും വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇവൻ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എഴുതേണ്ടത് റോ വൈസും ഡിസിഷൻ എഴുതേണ്ടത് കോളം വൈസും ആണ് എന്നുള്ള കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനൊരു പേ ഓഫ് ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമാക്സ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ഓരോ
കോളം ആണ് നോക്കേണ്ടത്. മാക്സിമാക്സ് പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന മെത്തേഡുകളിലൊക്കെ തന്നെ നിങ്ങൾ നോക്കേണ്ടത് കോളമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പേ ഓഫ് ടേബിളിനെ റിഗ്രറ്റ് ടേബിൾ ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പേ ഓഫ് ടേബിളിനെ റിഗ്രറ്റ് ടേബിൾ ആക്കാൻ നമ്മൾ റോ വൈസ് ആയിരുന്നു നോക്കിയിരുന്നത്. റോ വൈസ് നോക്കിയിട്ട് അതിലെ ഹയസ്റ്റ് വാല്യൂ എടുക്കും. എന്നിട്ട് ആ ഹയസ്റ്റ് വാല്യൂവിൽ നിന്നാണ് നമ്മൾ ഓരോ വാല്യൂസും കുറച്ചിട്ട് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇവിടെ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടൈനിറ്റി എന്നുള്ള കേസിൽ ഇനി പറയുന്ന മെത്തേഡുകളിലൊക്കെ തന്നെ നിങ്ങൾ നോക്കേണ്ടത് കോളം വൈസാണ്. പേ ഓഫ് ടേബിളിനെ റിഗ്രറ്റ് ടേബിൾ ആക്കാൻ മാത്രമാണ് നമ്മൾ റോ വൈസ് നോക്കുന്നത്. ഇനി നോക്കേണ്ടതൊക്കെ എങ്ങനെയാണ്? കോളം വൈസാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമാക്സ് ആണ്. മാക്സിമാക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാക്സിമം ഓഫ് മാക്സിമം എന്നാണ്. മാക്സിമം ഓഫ് മാക്സിമാണ് മാക്സിമാക്സ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ കോളത്തിലെയും ഏറ്റവും ഹയസ്റ്റ് നമ്പർ എടുക്കണം, മാക്സിമം നമ്പർ എടുക്കണം. ഇതിലെ ഓരോന്നിലെയും ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ കോളം നോക്കി 220, 100, 140. ഇതിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 220 ആണ്. രണ്ടാമത്തെ കോളം നോക്കി, ഇതിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. മൂന്നാമത്തെ കോളം നോക്കി, ഇതിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 220 ആണ്. രണ്ടാമത്തെ കോളത്തിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. മൂന്നാമത്തെ കോളത്തിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ നമ്മുടെ മാക്സിമം പേ ഓഫ് എന്ന് പറയുന്നത് ഏതാണ്? മാക്സിമം പേ ഓഫ്. ഈ മൂന്ന് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. 220, 200, 200. ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഓരോ കോളത്തിലെയും ഹയസ്റ്റ് വാല്യൂ എടുക്കുക. എന്നിട്ട് ആ ഹയസ്റ്റ് വാല്യൂവിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണെന്ന് നോക്കുക. ഓരോ കോളത്തിലെയും മാക്സിമം വാല്യൂ എടുത്തിട്ട് അതിലെ ഹയസ്റ്റ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ 200, 200, 200. ഇതിലേതാണ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്? ഈ 220 ആണ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 220 എന്ന് പറയുന്നത് ഏതിൻ്റെ പേ ഓഫാണ്? A1 എന്ന് പറയുന്ന ആക്ട് 1 എന്ന് പറയുന്നതിൻ്റെ പേ ഓഫാണ് ഈ 220 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? A1 എന്ന് പറഞ്ഞിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഡിസിഷൻ ടു ചൂസ് A1 അല്ലെങ്കിൽ ദ ഡിസിഷൻ A1 ഈസ് സെലക്റ്റഡ്. അങ്ങനെ നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ ഇത്രേ ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, ഇതേപോലെ ഒരു പേ ഓഫ് ടേബിൾ തന്നിട്ടുണ്ടാവും. ഇതിലെ ഓരോ കോളത്തിലെയും ഹയസ്റ്റ് വാല്യൂ നിങ്ങൾ എടുത്തെഴുതുക. എന്നിട്ട് ആ ഹയസ്റ്റ് വാല്യൂവിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണോ അത് ഏതിൻ്റെ അണ്ടറിലാണോ വരുന്നത്. ഇപ്പോൾ ഇവിടെ 220 വന്നിരിക്കുന്നത് ആക്ട് 1ൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ആ ഒരു ഡിസിഷനാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ മാക്സ് മെത്തേഡിൽ പ്രോബ്ലം ചെയ്യാൻ. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അടുത്ത മെത്തേഡാണ് മിനി മാക്സിൻ്റെ ബ്രാക്കറ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എന്ത്? റിഗ്രറ്റ് ടേബിള്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മെത്തേഡ് മാക്സ് ആയിരുന്നു. മാക്സ് മെത്തേഡിൽ നമുക്ക് പ്രോബ്ലം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് പേ ഓഫ് ടേബിളാണ്. എന്നാൽ മിനി മാക്സിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടേണ്ട ടേബിൾ എന്ന് പറയുന്നത് റിഗ്രറ്റ് ടേബിളാണ്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യനിൽ പേ ഓഫ് ടേബിൾ ആണോ റിഗ്രറ്റ് ടേബിൾ ആണോ തന്നിട്ടുള്ളത് എന്ന് നോക്കണം. ഇവിടെ എഴുതിയിട്ടുണ്ടാവും പേ ഓഫ് ടേബിൾ ആണെങ്കിൽ പേ ഓഫ് ടേബിൾ ആണ് തന്നത്, റിഗ്രറ്റ് ടേബിൾ ആണെങ്കിൽ റിഗ്രറ്റ് ടേബിൾ ആണ് തന്നിട്ടുള്ളത് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് പേ ഓഫ് ടേബിൾ ആണ് ക്വസ്റ്റ്യനിൽ കിട്ടുന്നതെങ്കിൽ മിനി മാക്സിൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ആ പേ ഓഫ് ടേബിളിൽ നിന്ന് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കണം. റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം എന്താണ് മിനി മാക്സ് എന്ന് നോക്കാം. മാക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാക്സിമം ഓഫ് മാക്സിമം ആണ് മാക്സ്. ആദ്യം നമ്മൾ ഓരോ കോളത്തിലെയും ഹയസ്റ്റ് വാല്യൂ എടുക്കും. എന്നിട്ട് ആ എടുത്ത വാല്യൂസിൽ ഏറ്റവും വലിയ വാല്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ മിനി മാക്സ് ആണ്. മിനി മാക്സ് എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് മാക്സിമം.
മിനി മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം ഓഫ് മാക്സിമം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്താണ് മിനിമം ഓഫ് മാക്സിമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കോളത്തിലെയും മാക്സിമം വാല്യൂ ആദ്യം എടുക്കണം. എന്നിട്ട് ആ മാക്സിമം വാല്യൂവിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതാണ് നമ്മുടെ ആൻസറായിട്ട് വരിക. അപ്പോൾ മിനി മാക്സ് എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് മാക്സിമം. ഈ മിനി മാക്സ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ എന്താ കാണേണ്ടത്? ഈ രണ്ടാമത് എഴുതിയതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതായത് ഓരോ കോളത്തിലെയും മാക്സിമം പോയിന്റ് ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം അതിൽ നിന്ന് മിനി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുത്. അപ്പോൾ ഏറ്റവും മാക്സിമം തിരഞ്ഞെടുത്ത പോയിൻറ്റ്സിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ വാല്യൂ സെലക്ട് ചെയ്യണം. അതാണ് മിനി മാക്സ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു മാക്സിമം ക്രൈറ്റീരിയ. മാക്സിമം ക്രൈറ്റീരിയ എന്നല്ല കേട്ടോ, മാക്സിമാക്സ് ക്രൈറ്റീരിയ. മാക്സിമാക്സ് ക്രൈറ്റീരിയൻ്റെ ഓപ്പോസിറ്റാണ് എന്തെന്ന് പറഞ്ഞത്? മിനി മാക്സ് എന്ന് പറഞ്ഞത്. ഹിയർ എസ്റ്റിമേറ്റ് ദ മാക്സിമം ലോസ് ഓഫ് ഈച്ച് ആക്ട്. നമ്മൾ പറഞ്ഞു റിഗ്രറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പേ ഓഫ് ടേബിളും റിഗ്രറ്റ് ടേബിളും. പേ ഓഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഓരോ ആക്ടിൻ്റെയും അല്ലെങ്കിൽ ഓരോ ആൾട്ടർനേറ്റീവിൻ്റെയും ഓരോ ഡിസിഷൻ്റെയും പ്രോഫിറ്റ് കാണിക്കുന്ന ടേബിളായിരുന്നു എന്ത് ടേബിൾ? പേ ഓഫ് ടേബിൾ എന്ന് പറയുന്നത്. റിഗ്രറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആക്ടിൻ്റെയും ലോസ് കാണിക്കുന്ന ടേബിളാണ് റിഗ്രറ്റ് ടേബിൾ. നമ്മുടെ ഓരോ ആൾട്ടർനേറ്റീവ്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ ആക്ടിൻ്റെയും ഓരോ ഡിസിഷൻ്റെയും ലോസുകൾ കാണിക്കുന്ന ടേബിളാണ് റിഗ്രറ്റ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മിനി മാക്സിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ മാക്സിമം ലോസ്, ഓരോ ആക്ടിൻ്റെയും മാക്സിമം ലോസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ മാക്സിമത്തിൽ നിന്ന് ഏറ്റവും ചെറിയ വാല്യൂ തിരഞ്ഞെടുക്കുക. ലോസ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും ലോസ് കുറയ്ക്കാനാണ് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മൾ ആദ്യം ഏറ്റവും കൂടിയ വാല്യൂസ് കണ്ടുപിടിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ചെറിയ വാല്യൂ എടുക്കും. അതാണ് മിനി മാക്സ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. പേ ഓഫ് ടേബിളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. മിനി മാക്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് റിഗ്രറ്റ് ടേബിളാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മിനി മാക്സിൽ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ പേ ഓഫ് ടേബിളിൽ നിന്ന് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കുക? റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ തന്നെ എഴുതുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേപോലെ തന്നെ എഴുതുക. A1 A2 A3. അതേപോലെ ഇവിടെ S1 S2 S3. A1 A2 A3 എന്ന് പറഞ്ഞാൽ ആക്റ്റാണ്. ആക്ട് 1 ആക്ട് 2 ആക്ട് 3. S1 S2 S3 എന്ന് പറഞ്ഞാൽ ഇവൻ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചറാണ്. ഇനി എങ്ങനെയായിരുന്നു ഈ പേ ഓഫ് ടേബിളിൽ നിന്ന് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കേണ്ടത്? പേ ഓഫ് ടേബിളിൽ നിന്ന് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കാൻ നമ്മൾ നോക്കേണ്ടത് റോ വൈസ് ആണ്. റോ വൈസ് ഹയസ്റ്റ് വാല്യൂ എടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് റോയിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഈ 20യിൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ 0 കിട്ടും. പിന്നെ 20യിൽ നിന്ന് ഈ 16 കുറയ്ക്കുമ്പോൾ നമുക്ക് 4 കിട്ടും. 20യിൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ നമുക്ക് 10 കിട്ടും. പിന്നെ അടുത്ത രണ്ടാമത്തെ റോയിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. 10ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. പിന്നെ 10ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 0 എന്ന് കിട്ടും. 10ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 6 എന്ന് കിട്ടും. അടുത്ത റോയിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. 30ൽ നിന്ന് 12 കുറയ്ക്കുമ്പോൾ നമുക്ക് 18 കിട്ടും. 30ൽ നിന്ന് 16 കുറയ്ക്കുമ്പോൾ നമുക്ക് 14 കിട്ടും. 30ൽ നിന്ന് 30 കുറയ്ക്കുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പേ ഓഫ് ടേബിളിൽ നിന്ന് ഞാൻ ആദ്യം റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കി. ഈ റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കാൻ നമ്മൾ റോ വൈസ് നോക്കി. ഇനി ഈ റിഗ്രറ്റ് ടേബിളിൽ നിന്ന് നമ്മൾ മിനി മാക്സ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കാൻ പാടുള്ളൂ? കോളം വൈസേ നോക്കാൻ പാടുള്ളൂ. റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കാൻ മാത്രമാണ് നമ്മൾ റോ വൈസ് നോക്കുന്നത്. ഇനി പ്രോബ്ലം ചെയ്യാൻ നമ്മൾ നോക്കേണ്ടത് കോളം വൈസാണ്. അപ്പോൾ ആദ്യം നമ്മൾ റിഗ്രറ്റ് ടേബിളിൽ ഫസ്റ്റ് കോളം എടുത്തു. ഫസ്റ്റ് കോളത്തിലെ വാല്യൂ എന്ന് പറയുന്നത് 0 3 18 ആണ്. ഇതിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 18. ഞാനിവിടെ എടുത്ത് എഴുതുന്നുണ്ട്. ഹയസ്റ്റ് വാല്യൂ 18. രണ്ടാമത്തെ കോളത്തിൽ 4 0 14. ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ്. മൂന്നാമത്തെ കോളത്തിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 18 14 10 ഇതാണ് എന്തെന്ന് പറയുന്നത്?
മാക്സിമം ലോസ് എന്ന് പറയുന്നത്, ഈ റിഗ്രറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ളത് ഓരോ ആക്ടിൻ്റെയും ലോസ് ആണ്. ഈ ലോസിൽ ഏറ്റവും കൂടുതലുള്ള ലോസുകളാണ് നമ്മൾ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ലോസ് മിനിമൈസ് ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ മാക്സിമം ലോസ് എടുത്തതിൽ നിന്ന് നമ്മൾ ഏറ്റവും ചെറിയ ലോസ് സെലക്ട് ചെയ്യണം. ഏറ്റവും ചെറുത് 18, 14, 10, ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 10 ഈ 10 എന്ന് പറയുന്നത് ഏത് ആക്ടിൻ്റെ റിഗ്രറ്റ് ടേബിളിൽ ഏത് ആക്ടിൻ്റെ വാല്യൂ ആണ് ഈ 10 എന്ന് പറയുന്നത്? A3 എന്ന് പറയുന്ന ആക്ടിൻ്റെ വാല്യൂ ആണ് ഈ 10 എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏത് ഡിസിഷനാണ് എടുക്കേണ്ടത്? A3 അല്ലെങ്കിൽ ആക്ട് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഡിസിഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ താഴെ ആദ്യം എന്ത് ചെയ്യണം? മാക്സിമം ലോസ് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ഈച്ച് കോളം എന്ന് പറഞ്ഞിട്ട് ആദ്യം 18, 14, 10 എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? മിനിമം ഓഫ് മാക്സിമം, ഈ മാക്സിമത്തിൽ നിന്ന് മിനിമം എടുക്കുക. അതേതാണ്? 10 എന്ന് എഴുതി വയ്ക്കുക. പിന്നെ ആ 10 ഏതിൻ്റെയാണ്? ഏത് ആക്ടിൻ്റെയാണ് 10 എന്ന് പറയുന്ന വാല്യൂ? A3യുടെയാണ്. അപ്പോൾ ഡിസിഷൻ ടു ചൂസ് A3 അല്ലെങ്കിൽ എന്താണ്? A3 ഈസ് സെലക്റ്റഡ്, അങ്ങനെ എഴുതി വയ്ക്കുക. അപ്പോൾ ഇതാണ് മിനി മാത്സ്. മിനി മാത്സിൽ നമ്മൾ റിഗ്രറ്റ് ടേബിളാണ് യൂസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ മറക്കരുത്. പേ ഓഫ് ടേബിളാണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കണം. റിഗ്രറ്റ് ടേബിൾ കറക്റ്റ് ഡയറക്റ്റായിട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം കോളം വൈസ് നോക്കിയിട്ട് ഹയസ്റ്റ് വാല്യൂസ് എടുക്കുക. എന്നിട്ട് ആ ഹയസ്റ്റ് വാല്യൂവിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. അടുത്ത മെത്തേഡാണ് മാക്സി മിൻ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയ മെത്തേഡ് ആയിരുന്നു മാക്സി മാക്സ്. മാക്സി മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് മാക്സിമം. അടുത്ത മെത്തേഡായിരുന്നു മിനി മാക്സ്. മിനി മാക്സ് എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് മാക്സിമം. ആദ്യം നമ്മൾ മാക്സിമം എടുക്കണം, എന്നിട്ട് ആ മാക്സിമത്തിൽ നിന്ന് മിനിമത്തിനെ എടുക്കണം. അടുത്ത മെത്തേഡ് ഏതാണ്? മാക്സി മിൻ. മാക്സി മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാക്സിമം ഓഫ് മിനിമം. മാക്സി മിൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് മിനിമം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത് മിനിമാണ്. ഈ രണ്ടാമത്തതാണ് എപ്പോഴും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ മാക്സി മിൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് മിനിമം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള വാല്യൂസിനെ കോളം വൈസ് നോക്കിയിട്ട് അതിലെ ലോവസ്റ്റ് വാല്യൂസ്, മിനിമം വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വാല്യൂസ് ആദ്യം എടുക്കുക. എന്നിട്ട് ആ കിട്ടിയ വാല്യൂസിലെ ഏറ്റവും മാക്സിമം വാല്യൂ സെലക്ട് ചെയ്യുക. അതാണ് മാക്സിമം ഓഫ് മിനിമം അല്ലെങ്കിൽ മാക്സി മിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്രൈറ്റീരിയയെ ക്രൈറ്റീരിയ ഓഫ് പെസിമിസം എന്നും പറയും. അപ്പോൾ ക്രൈറ്റീരിയ ഓഫ് പെസിമിസം എന്ന് പറഞ്ഞാൽ അത് മാക്സി മിൻ തന്നെയാണ്. ഹിയർ എസ്റ്റിമേറ്റ് ദ മിനിമം പേ ഓഫ് ഓഫ് ഓൾ ആൾട്ടർനേറ്റീവ്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക ഓരോ ആൾട്ടർനേറ്റീവിൻ്റെയും മിനിമം പേ ഓഫാണ്, അതായത് ലോവസ്റ്റ് വാല്യൂസാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. ആൻഡ് മാക്സിമം ഓഫ് ദീസ് മിനിമം ഈസ് ഐഡൻറ്റിഫൈഡ്. അപ്പോൾ ഓരോ കോളത്തിൽ നിന്നും മിനിമം വാല്യൂ ആദ്യം എടുത്തിട്ട് അതിൽ നിന്ന് ഏറ്റവും മാക്സിമം വാല്യൂ, ഹയസ്റ്റ് വാല്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് മാക്സി മിൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ആക്റ്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ, ആക്ട് 1, ആക്ട് 2, ആക്ട് 3, അതേപോലെ S1, S2, S3. ആക്ട് 1ൽ കുറച്ച് നെഗറ്റീവ് ഉള്ള സംഖ്യകൾ എഴുതാമല്ലേ? -80, -30, 30. A2ൽ -60, -10, 15. A3ൽ -20, -2, 7. അപ്പോൾ നമുക്കിവിടെ ആക്റ്റും തന്നിട്ടുണ്ട്, സ്റ്റേറ്റ് ഓഫ് നേച്ചറും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആക്റ്റും തന്നിട്ടുണ്ട്, സ്റ്റേറ്റ് ഓഫ് നേച്ചറും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാക്സി മിൻ എന്നുള്ള ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാക്സിമം ഓഫ് മിനിമം എന്നാണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഓരോ കോളത്തിലെയും മിനിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം പേ ഓഫാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മിനിമം
പേ ഓഫ്. ഇത് പേ ഓഫ് ടേബിൾ ആവും കേട്ടോ. റിഗ്രറ്റ് ടേബിൾ തരുന്നത് ഈ ഒരു മിനിമാക്സ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ ചെയ്യാൻ മാത്രമാണ് നമുക്ക് റിഗ്രറ്റ് ടേബിളിൻ്റെ ആവശ്യം. മാക്സി മിന്നിൽ പേ ഓഫ് ടേബിൾ ആയിരിക്കും. പിന്നെ പേ ഓഫ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ഈ ആക്റ്റ് ആയിരിക്കണം കോളം വൈസ് എഴുതേണ്ടത്, അല്ലെങ്കിൽ മുകളിൽ എഴുതിയിട്ടുള്ളത് ഏതായിരിക്കണം, ആക്റ്റ് അല്ലെങ്കിൽ ഡിസിഷൻ ആയിരിക്കണം. ഈ സൈഡിൽ എഴുതിയിട്ടുള്ളതാവണം സ്റ്റേറ്റ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സി മിനിൽ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, മിനിമമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. മിനിമം പേ ഓഫ് ഓരോ റോയും നോക്കുക. ഓരോ റോ നോക്കുമ്പോൾ ഫസ്റ്റ് റോയിൽ -80, -30, 30. ഇതിലെ ചെറിയ വാല്യൂ ഏതാണ്? -80 ആണോ -30 ആണോ 30 ആണോ? ഇതിലേതാണ് ഏറ്റവും ചെറിയ വാല്യൂ? ചെറിയ വാല്യൂ എന്ന് പറയുന്നത് -80 ആണ്. അപ്പോൾ മിനിമം ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് റോയിലെ മിനിമം -80 ആണ്. രണ്ടാമത്തെ റോയിൽ -60, -10, 15. ഇതിലെ ചെറുത് എന്ന് പറയുന്നത് -60 ആണ്. പിന്നെ -20, -2, 7. ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് -20 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, മിനിമം വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി ഈ മിനിമത്തിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, മാക്സിമം കണ്ടുപിടിക്കണം. നമ്മുടെ മെത്തേഡിൻ്റെ പേര് മാക്സി മിൻ എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ മിനിമം കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ കണ്ടുപിടിച്ച മിനിമത്തിൽ നിന്ന് നമ്മൾ മാക്സിമം കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിവിടെ എഴുതുന്നുണ്ട് മാക്സിമം ഓഫ് മിനിമം. ഈ മിനിമത്തിൽ നിന്ന് നമ്മൾ മാക്സിമം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ മിനിമത്തിൽ നിന്ന് -80 ആണോ -60 ആണോ -20, ഇതിലേതാണ് ഹയസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്? -80 ആണോ -60 ആണോ -20 ആണോ വലുത്? -20 ആണ് വലുത്. മൈനസ് വരുമ്പോൾ മാറിപ്പോവരുത്. -80, -60, -20 എന്ന് പറഞ്ഞാൽ -20 ആണ് ഇതിലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ -20 എന്ന് പറയുന്നത് ഏത് ആക്റ്റിൽ വരുന്നതാണ്? -20 എന്ന് പറയുന്നത് A3 എന്ന് പറഞ്ഞിട്ടുള്ള ആക്റ്റിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് A3 ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആക്ട് 3 ആയിരിക്കും അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആ ഒരു ഡിസിഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 മെത്തേഡ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മാക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മാക്സിമം വാല്യൂ എടുക്കണം, എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും മാക്സിമം വാല്യൂ എടുക്കണം. മിനിമാക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മാക്സിമം വാല്യൂസ് ആണ് എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് മിനിമം വാല്യൂസ് ചെറിയ വാല്യൂ ആണ് എടുക്കുക. മാക്സി മിൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എടുക്കുന്നത് മിനിമം വാല്യൂസ് ചെറിയ വാല്യൂസ് ആയിരിക്കും, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മാക്സിമം വാല്യൂസ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ഒരു മെത്തേഡ് നോക്കാം. അടുത്ത മെത്തേഡാണ് ലാപ്ലേസ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ലാപ്ലേസ് മെത്തേഡ്. ഹിയർ ദ ഡിസിഷൻ മേക്കർ ഹാസ് നോ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കുറൻസ് ഓഫ് വേരിയസ് ഇവൻറ്റ്സ്. അതായത് ഇവിടെ ഡിസിഷൻ മേക്കർക്ക് ഓരോ ഇവൻറ്റും ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഇവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി ഈക്വൽ ആയിട്ടാണ് ഡിസിഷൻ മേക്കർ അസ്യൂം ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ഇവൻറ്റ് ആസ് ഈക്വൽ. അതായത് ഓരോ ഇവൻറ്റും നടക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ഡിസിഷൻ മേക്കർക്ക് യാതൊരു തരത്തിലുള്ള നോളജും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഇവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടായിരിക്കും ഡിസിഷൻ മേക്കർ കൺസിഡർ ചെയ്യുന്നത്. Here the decision maker find out expected payoff based on this probability. അപ്പോൾ ഈ ഒരു പ്രോബബിലിറ്റി വെച്ചുകൊണ്ടാണ് ഡിസിഷൻ മേക്കർ പേ ഓഫ് കണ്ടുപിടിക്കുക. ആൻഡ് ആൾട്ടർനേറ്റീവ് ഹാവിങ് മാക്സിമം എക്സ്പെക്റ്റഡ് പേ ഓഫ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പേ ഓഫ് ഏതിനാണോ വരുന്നത് ആ ഡിസിഷൻ ആയിരിക്കും അവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ലാപ്ലേസ് മെത്തേഡിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ആയിരിക്കും തരിക. എങ്ങനെ? മുകളിൽ ആക്ട് A1, A2, A3 ആയിരിക്കും മുകളിൽ ഉണ്ടാവുക. സൈഡിലായിരിക്കും S1, S2, S3 ഉണ്ടാവുക. ഞാൻ കുറച്ച് വാല്യൂസ് കൊടുക്കുന്നുണ്ട്. 20, 25, 30. A2ലാണെങ്കിൽ 12, 15, 20. A3ലാണെന്നുണ്ടെങ്കിൽ 25, 30,
22. അപ്പോൾ ഇങ്ങനെ ഒരു പേ ഓഫ് ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ലാപ്ലേസ് മെത്തേഡ് വെച്ചിട്ടാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യേണ്ടതെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്, എല്ലാ ഇവൻറ്റിനും ഈക്വൽ പ്രോബബിലിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം എത്ര ഇവൻറ്റുകളുണ്ട്, ഈ S1 S2 S3 എന്ന് പറയുന്നതാണ് ഇവൻ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. അപ്പോൾ 1 2 3 ടോട്ടൽ എത്ര ഇവൻ്റാണ് ഉള്ളത്, 3 ഇവൻ്റാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ഇവൻറ്റിനും ടോട്ടൽ 3 ഇവൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി നോക്കുമ്പോൾ എല്ലാത്തിനും ഈക്വൽ പ്രോബബിലിറ്റി കൊടുക്കുന്നത് കൊണ്ട് 1/3. ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റത്തെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ S1ൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/3. അതായത് ഇവിടെ ടോട്ടൽ 3 എണ്ണാണുള്ളത്, അതിൽ 1. അപ്പോൾ 1/3 ഇൻറ്റു, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഫസ്റ്റത്തെ കോളം നോക്കുക, 20 25 30. അപ്പോൾ 1/3 ഇൻറ്റു കോളം വൈസാണ് നോക്കേണ്ടത്, 20 + 25 + 30. ഇതാണ് എന്ത് ചെയ്യുക ഫസ്റ്റത്തേൻ്റെ. രണ്ടാമത്തേത് ഇതേപോലെ തന്നെ 1/3 ഇൻറ്റു 12 + 15 + 20. അടുത്ത കോളം, അടുത്തതും 1/3 ഇൻറ്റു 25 + 30 + 22. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു കോളം നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒന്നും എഴുതിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, ഇത് കോളം വൈസ് ടോട്ടൽ ചെയ്യുക. കോളം വൈസ് എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. 20 25 30 20 25 30 ചെയ്യുമ്പോൾ എത്ര കിട്ടുക, 75 എന്ന് കിട്ടും. പിന്നെ 12 15 20 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 47 എന്ന് കിട്ടും. പിന്നെ 25 30 22 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 77 എന്ന് കിട്ടും. പിന്നെ ഇതിന് ഓരോന്നിനെയും എന്ത് ചെയ്താൽ മതി, 1/3 വെച്ചിട്ട് ചെയ്താൽ മതി. ഇവിടെ 3 ഇവൻറ്റുകളാണുള്ളത്. ഓരോ ഇവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, എല്ലാ ഇവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി ഈക്വൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റത്തത് 1/3 ഇൻറ്റു 75, രണ്ടാമത്തത് 1/3 ഇൻറ്റു 47, മൂന്നാമത്തതും 1/3 ഇൻറ്റു 77. ഇങ്ങനെയാണ് ലാപ്ലേസ് മെത്തേഡിൽ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ എത്ര ആൻസർ കിട്ടുക, 1/3 ഇൻറ്റു 75 ചെയ്യുമ്പോൾ 25 ആണ് വരിക. 47/3 ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 1/3 ഇൻറ്റു 47 ചെയ്യുമ്പോൾ 15.6 ആണ് വരിക. 1/3 ഇൻറ്റു 77 ചെയ്യുമ്പോൾ 25.6 ആണ് വരിക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിലെ മാക്സിമം എക്സ്പെക്റ്റഡ് പേ ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ മാക്സിമം ഏതാണ്, 25 15.6 25.6 എന്ന് പറഞ്ഞാൽ ഇതിലെ ഹയസ്റ്റ് എന്ന് പറഞ്ഞത് 25.6 ആണ്. അത് ഏതിൻ്റെയാണ്, ഈ 77 1/3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 25.6 കിട്ടുന്നത്. അപ്പോൾ A3 എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട് അല്ലെങ്കിൽ ഡിസിഷൻ ആണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. ഇങ്ങനെയാണ് ലാപ്ലേസ് മെത്തേഡിൽ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ്, ലാസ്റ്റ് ഒരു മെത്തേഡും കൂടെ ഉണ്ട്, ആ ഒരു മെത്തേഡും കൂടി നോക്കാം. അടുത്തൊരു മെത്തേഡാണ് ഹർവിക്സ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഹർവിക്സ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മാക്സിമിൻ ആൻഡ് മാക്സിമാക്സ് ക്രൈറ്റീരിയ. മാക്സിമിൻ്റെയും മാക്സിമാക്സ് ക്രൈറ്റീരിയയുടെയും ഒരു കോമ്പിനേഷനാണ് ഈ ഹർവിക്സ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമിൻ്റെ മറ്റൊരു പേരായിരുന്നു ഒപ്റ്റിമിസം, മാക്സിമാക്സിൻ്റെ ആയിരുന്നു പെസിമിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിമിസം ആൻഡ് പെസിമിസത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഹർവിക്സ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇവിടെ ഡിഗ്രി ഓഫ് ഒപ്റ്റിമിസത്തിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പലാണ് ഇത്. ഇതെന്താ വായിക്കുക, ആൽഫ എന്നാണ് വായിക്കുക. അപ്പോൾ ഒപ്റ്റിമിസത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എന്നാണ്. ഇത് 0ക്കും 1നും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഒപ്റ്റിമിസം ആൽഫ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ
പെസിമിസത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് 1 മൈനസ് ആൽഫ എന്നായിരിക്കും. ഒപ്റ്റിമിസത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എന്നാണെന്നുണ്ടെങ്കിൽ പെസിമിസത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് 1 മൈനസ് ആൽഫ ആയിരിക്കും. ഇനി ഇതിൽ പ്രോബ്ലം ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഹിയർ വി ഫൈൻഡ് ഔട്ട് മാക്സിമം ആൻഡ് മിനിമം ഓഫ് ഈച്ച് ആൾട്ടർനേറ്റീവ്. അപ്പോൾ ഓരോ ആൾട്ടർനേറ്റീവിൻ്റെയും അല്ലെങ്കിൽ ഓരോ ആക്ടിൻ്റെയും നമ്മൾ മാക്സിമം വാല്യൂം മിനിമം വാല്യൂം കണ്ടുപിടിക്കണം. ഇതിൽ നമ്മൾ ഇതുവരെ ചെയ്തതിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഒന്നേ കണ്ടുപിടിച്ചിരുന്നുള്ളൂ. ഒന്നെങ്കിൽ മാക്സിമം കണ്ടുപിടിക്കും അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കും. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ആക്ടിൻ്റെയും മാക്സിമം വാല്യൂ മിനിമം വാല്യൂം കണ്ടുപിടിക്കണം. അതിന് ശേഷം നിങ്ങൾ ഹർവിക്സ് വാല്യൂ കണ്ടുപിടിക്കണം. ഈ ഹർവിക്സ് വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്മൾ മാക്സിമം വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മാക്സിമം വാല്യൂവിനെ ആൽഫയ്ക്ക് ഏതാണോ വാല്യൂ കിട്ടിയിട്ടുള്ളത് ആ വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്യുക. മിനിമം വാല്യൂവിനെ പെസിമിസം 1 മൈനസ് ആൽഫ എത്രയാണോ കിട്ടിയിട്ടുള്ളത് അത് വെച്ചും ഇൻറ്റു ചെയ്യുക. മാക്സിമത്തിനെ ആൽഫയുടെ വാല്യൂ വെച്ചിട്ടും മിനിമത്തിനെ 1 മൈനസ് ആൽഫ ചെയ്യുമ്പോൾ എത്രയാണോ വാല്യൂ കിട്ടുന്നത് അത് വെച്ചിട്ടും ഇൻറ്റു ചെയ്തിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹർവിക്സ് വാല്യൂ കിട്ടുന്നത്. ഈ ഹർവിക്സ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ഹയസ്റ്റ് ഹർവിക്സ് വാല്യൂ ഏതിനാണോ ആ ഒരു ഡിസിഷൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇത് തിയറി ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷേ പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. A1 A2 A3 എന്ന് പറഞ്ഞിട്ട് ആക്റ്റും തന്നിട്ടുണ്ട്. E1 E2 E3 എന്ന് പറഞ്ഞിട്ട് ഇവൻ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചറും തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ കോളം വൈസ് നോക്കിയിട്ട് മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും കണ്ടുപിടിക്കണം. ഓരോ കോളത്തിലെയും മാക്സിമവും മിനിമവും കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ആദ്യം അതാണ് കണ്ടുപിടിക്കുന്നത്, മാക്സിമം അതേപോലെ തന്നെ മിനിമം. ഫസ്റ്റത്തെ കോളം നോക്കുക. ഫസ്റ്റത്തെ കോളം 20, 25, 30. ഇതിലെ മാക്സിമം വാല്യൂ എത്രയാണ്? 30 ഇനി അതേ കോളത്തിലെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 20. അപ്പോൾ മാക്സിമത്തിൽ 30ഉം മിനിമത്തിൽ 20ഉം എഴുതി. ഇനി രണ്ടാമത്തെ കോളത്തിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 12, 15, 20 അപ്പോൾ അത് ഞാൻ മാക്സിമത്തിന് നേരെ എഴുതി. ഇതിലെ ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 12 അത് ഞാൻ മിനിമത്തിൽ എഴുതി. ഇനി മൂന്നാമത്തെ കോളത്തിലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 25, 30, 22 ഹയസ്റ്റ് വാല്യൂ 30 അത് ഞാൻ മാക്സിമത്തിൽ എഴുതി. ഇനി മിനിമത്തിൽ എഴുതേണ്ടത് ഏതാണ്? 25, 30, 22ലെ മിനിമം എന്ന് പറയുന്നത് 22 അപ്പം നമ്മൾ ഓരോ കോളവും നോക്കിയിട്ട് അതിലെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും എഴുതി. ഇനി ചെയ്യേണ്ടത് മാക്സിമം വാല്യൂവിനെ നമ്മൾ ആൽഫ എന്നുള്ള വാല്യൂ എത്രയാണോ, ആൽഫയുടെ വാല്യൂ എത്രയാണോ അത് വെച്ചിട്ടും ഇൻറ്റു ചെയ്യണം. പിന്നെ മിനിമം വാല്യൂവിനെ 1 മൈനസ് ആൽഫ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ വാല്യൂ വെച്ചിട്ടും ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിഗ്രി ഓഫ് ഒപ്റ്റിമിസം. ഡിഗ്രി ഓഫ് ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഡിഗ്രി ഓഫ് ഒപ്റ്റിമിസം ഈസ് ഡിനോട്ടഡ് ബൈ ആൽഫ. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് ഒപ്റ്റിമിസം എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള 0.6 ആണ് എന്ത് എന്ന് പറയുന്നത്? ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ 0.6 ആണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമിസം 0.6, ആൽഫ 0.6 ആണെന്നുണ്ടെങ്കിൽ പെസിമിസം എങ്ങനെയാണ് കാണുക? പെസിമിസം കാണാനുള്ള ഇക്വേഷൻ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് 1 മൈനസ് ആൽഫ. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് 0.6 ആയതുകൊണ്ട് പെസിമിസം 1 മൈനസ് 0.6 ചെയ്താൽ നമുക്ക് 0.4 എന്ന് കിട്ടും. അപ്പോൾ മാക്സിമം വാല്യൂവിനെ ആൽഫയുടെ വാല്യൂ ആയിട്ടുള്ള 0.6 കൊണ്ടും ഗുണിക്കണം. മിനിമം വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പെസിമിസത്തിൻ്റെ വാല്യൂ 1 മൈനസ് ആൽഫ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള 0.4 കൊണ്ടും ഗുണിക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. മാക്സിമം വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് തൽക്കാലം ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്താൽ കുറച്ചും കൂടെ ക്ലിയർ ആവുന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണ്ടേ.
നമുക്കിപ്പോൾ പ്രോബ്ലം ചെയ്യാൻ ഇത് മതി. മാക്സിമം വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മൾ മിനിമം വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൽഫ എന്ന് പറയുന്നത് 0.6 ആണ്. 1 മൈനസ് ആൽഫ ചെയ്യുമ്പോൾ 0.4 ആണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? മാക്സിമം വാല്യൂ ഇൻറ്റു ഒപ്റ്റിമിസം അല്ലെങ്കിൽ ആൽഫ പ്ലസ് മിനിമം വാല്യൂ ഇൻറ്റു പെസിമിസം അല്ലെങ്കിൽ 1 മൈനസ് ആൽഫ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കോളം നോക്കുകയാണ്. ഇതാ ഈ ഫസ്റ്റത്തെ കോളം നോക്കുകയാണ്. ഫസ്റ്റത്തെ കോളത്തിലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 30യെ ഏതുമായിട്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത്? ഒപ്റ്റിമിസം ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.6 പ്ലസ് ഫസ്റ്റത്തെ കോളത്തിലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 20. മിനിമം വാല്യൂവിനെ നമ്മൾ ഏതുമായിട്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്? പെസിമിസം അല്ലെങ്കിൽ 1 മൈനസ് ആൽഫ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. 1 മൈനസ് ആൽഫ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.4 ആണ്. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 30 ഇൻറ്റു 0.6 പ്ലസ് 20 ഇൻറ്റു 0.4 ചെയ്യുമ്പോൾ നമുക്ക് 26 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത കോളം എടുക്കുക. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 20 ഇൻറ്റു ആൽഫ 0.6 പ്ലസ് മിനിമം വാല്യൂ 12 ആണ്. 12 ഇൻറ്റു 1 മൈനസ് ആൽഫ 0.4 ആണ്. അപ്പോൾ 20 ഇൻറ്റു 0.6 പ്ലസ് 12 ഇൻറ്റു 0.4 ചെയ്യുമ്പോൾ 16.8 ആണ് കിട്ടുക. ഇനി ഇതാ ഒരു കോളം കൂടെ ഉണ്ട്. അപ്പോൾ 30 ഇൻറ്റു ഹയസ്റ്റ് വാല്യൂ 30യെ 0.6 കൊണ്ട് ഗുണിക്കുക. ലോവസ്റ്റ് വാല്യൂ ആയിട്ടുള്ള 22നെ 0.4 കൊണ്ടും ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുക 26.8 എന്നാണ്. അപ്പോൾ ഇതാണ് ഹർവിക്സ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, എന്താണ്? ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഓരോ കോളത്തിലെയും ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? മാക്സിമം എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഹയസ്റ്റ് വാല്യൂ എഴുതുക, മിനിമം എന്ന് പറഞ്ഞിട്ട് ഓരോന്നിൻ്റെയും താഴെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോവസ്റ്റ് വാല്യൂ എഴുതുക. എന്നിട്ട് മാക്സിമത്തിലെ വാല്യൂവിനെ ഒപ്റ്റിമിസം അല്ലെങ്കിൽ ആൽഫയുടെ വാല്യൂവുമായിട്ട് ഇൻറ്റു ചെയ്യുക. മിനിമത്തിലെ വാല്യൂസിനെ നമ്മൾ പെസിമിസം അല്ലെങ്കിൽ 1 മൈനസ് ആൽഫയുടെ വാല്യൂ ആയിട്ടും ഇൻറ്റു ചെയ്യുക. എന്നിട്ട് അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 16.8 26.8 ആണ് നമുക്ക് കിട്ടിയത്. ഇത് ഹർവിക്സ് വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സെലക്ട് ദി ആൾട്ടർനേറ്റീവ് ഹാവിങ് ഹയസ്റ്റ് ഹർവിക്സ് വാല്യൂ. ഇതിലെ ഹയസ്റ്റ് ഹർവിക്സ് വാല്യൂ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. 26, 16.8, 26.8. ഇതിലെ ഹയസ്റ്റ് ഹർവിക്സ് വാല്യൂ എന്ന് പറയുന്നത് ഇതാ 26.8 ആണ്. ഈ 26.8 എന്ന് പറയുന്നത് ഏത് ആക്ടിൻ്റെയാണ്? ഇപ്പോൾ ക്വസ്റ്റ്യന് ഞാൻ മായ്ച്ചതുകൊണ്ടാണ്. ഇത് A1ഉം ഇത് A2ഉം ഇത് A3ഉം ആയിരുന്നു. അപ്പോൾ ഈ 26.8 കിട്ടുന്നത് നമുക്ക് A3ക്കാണ്. അപ്പോൾ A3 എന്ന് പറഞ്ഞിട്ടുള്ള ഡിസിഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇതിലെ ക്രൈറ്റീരിയാസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടേണിറ്റിയിൽ വരുന്നത്. ഇനി നമുക്ക് ഒരു ഹെഡിങ്ങും കൂടെ ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. അപ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടേണിറ്റി പറഞ്ഞു, അതിൽ നമുക്ക് എന്തില്ല, പ്രോബ്ലംസ് ഒന്നുമില്ല. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടേണിറ്റിയിലാണ് നമുക്ക് കുറച്ച് മെത്തേഡ്സ് വരുന്നത്. അതിൽ നമ്മൾ ഈ 5 മെത്തേഡ് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആണ്. ഇതിലും നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ അത് അടുത്തൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.